നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നൽകിയ ഒരു ഉപദേശം സുനൻ അബൂദാവൂദിൽ ഉദ്ധരിച്ചതാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അൽ അദ്കാറിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ബിയദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചു. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്, ഓ മുആദ്, അള്ളാഹുവാണ് സത്യം, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫഖാല, എന്നിട്ട് പറയുകയും ചെയ്തു തുടർന്നുകൊണ്ട്, ഊസീക യാ മുആദ്, ഓ മുആദ്, ഞാൻ നിനക്ക് വസീയത്ത് ചെയ്യുന്നു, ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ തഖൂൽ, എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷവും നീ ഒരിക്കലും ഇനി പറയാൻ പോകുന്ന ഈ ദിക്ർ പറയലിനെ ഒഴിവാക്കാൻ പാടില്ല. എന്താണ് ആ ദിക്ർ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക എന്ന് പറയലാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ, പടച്ചവനെ, അഇന്നി അലാ ദിക്രിക, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലാൻ നീ എന്നെ സഹായിക്കണമേ. ദിക്റിൽപ്പെട്ടു ഖുർആൻ പാരായണവും അതുപോലെയുള്ള വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങളൊക്കെ ഈ ദിക്ർ, ദൈവസ്മരണ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെട്ടു. വശുക്രിക, അതുപോലെ നീ എനിക്ക് നൽകിയ ഒരുപാട് നിഅ്മത്തുകളുണ്ട്, ആ നിഅ്മത്തിന് നന്ദി കാണിക്കാനും നീ എനിക്ക് സഹായിക്കണം. വഹുസ്നി ഇബാദതിക, എൻ്റെ ഇബാദത്തുകൾ, എൻ്റെ അമാലുകൾ, അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അമലാക്കി മാറ്റണം. നീ സ്വീകരിക്കുന്ന നല്ല മെച്ചപ്പെട്ട ഇബാദത്ത് ചെയ്യാനും നീ എനിക്ക് തൗഫീഖ് ചെയ്യണം, അതിനെ നീ സഹായിക്കണം എന്നർത്ഥം വരുന്ന ഈ ഒരു ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെട്ടു.